18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. എംപിമാർ ഇന്നും നാളെയും സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. പ്രോട്ടം സ്പീക്കർ ഭർതൃഹരി മഹ്താബാണ് എംപിമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുക. എംപിയായി ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. കേരളത്തിൽ നിന്നുള്ള മുഴുവൻ എംപിമാരും ഇന്ന് വൈകിട്ട് സത്യപ്രതിജ്ഞ ചെയ്യും. അതേസമയം NDA സ്പീക്കർ സ്ഥാനാർത്ഥിയെ ഇന്ന് നിശ്ചയിച്ചേക്കും. വിവരങ്ങളുമായി നോബൽ മാരിക്കാരൻ ചേരുന്നു നമുക്കൊപ്പം. നോബൽ, വെരി ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ പാർലമെന്റ് സെഷൻ തുടങ്ങാൻ പോകുന്നു. സത്യപ്രതിജ്ഞ ചടങ്ങാണ്. പ്രോട്ടം സ്പീക്കറായി ഭർതൃഹരി മഹ്താബ് വരുന്നു. നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷ് എത്തേണ്ട പോസ്റ്റാണ്. പക്ഷേ ഭർതൃഹരി മഹ്താബാണ് സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുക്കുക. മുഴുവൻ എംപിമാർക്കും ഇന്ന് ചൊല്ലും. ആദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരിക്കും സത്യപ്രതിജ്ഞ ചെയ്ത് പാർലമെന്റ് അംഗമാവുക. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്പീക്കറുടെ കാര്യത്തിൽ TDP നിലപാട് മയപ്പെടുത്തിയെന്ന് കേൾക്കുന്നു. ശരിയാണോ? അരുൺ, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിൽ തുടക്കമാവുകയാണ്. സ്പീക്കർ തെരഞ്ഞെടുപ്പ് അടക്കമെല്ലാം വരും ദിവസങ്ങൾ ഉണ്ട്. പക്ഷേ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറയുന്നത് എംപിമാരുടെ സത്യപ്രതിജ്ഞ അടക്കമുള്ള കാര്യങ്ങളാണ്. പ്രധാനമായും രാവിലെ പ്രോട്ടേം സ്പീക്കറായി ഭർതൃഹരി മഹ്താബ് ഇന്നിപ്പോൾ രാഷ്ട്രപതിക്ക് മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്യും. അതിനു പിന്നാലെയാണ് 11 മണിക്ക് പാർലമെന്റിലേക്ക് എത്തുക. പിന്നീട് പാർലമെന്റിൽ എംപിമാരുടെ സത്യപ്രതിജ്ഞ ആരംഭിക്കുകയാണ്. ഒന്നാമനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. അതിനു പിന്നാലെ കേന്ദ്രമന്ത്രിമാർ ഓരോരുത്തരായി സത്യപ്രതിജ്ഞ ചെയ്യും. അതിനുശേഷം കേന്ദ്ര സഹമന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യും. സഹമന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി 12 മണിയോടെ കഴിയുമ്പോൾ 12 മണിക്കും 1 മണിക്കും ഇടയിലാണ് അദ്ദേഹത്തിനുള്ള സമയം നിലവിൽ ലോക്സഭയുടെ ചാർട്ടർ പ്രകാരം നൽകിയിരിക്കുന്നത്. ആ സമയത്ത്, അതായത് 12 മണി കഴിയുമ്പോൾ തന്നെ ഇതിൽ സുരേഷ് ഗോപിയുടെ സത്യപ്രതിജ്ഞ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം ബാക്കി അക്ഷരമാല ക്രമത്തിലാണ് പിന്നീട് സത്യപ്രതിജ്ഞ നടക്കുക. അക്ഷരമാല ക്രമം എന്ന് പറയുമ്പോൾ സംസ്ഥാനങ്ങൾ കൃത്യമായി അങ്ങനെ ആദ്യം ആന്ധ്രാപ്രദേശ്, പിന്നീട് അങ്ങോട്ട് അരുണാചൽ പ്രദേശ്, ആസാം, അത്തരത്തിൽ അക്ഷരമാല ക്രമത്തിലാണ് പിന്നീട് സത്യപ്രതിജ്ഞ നടക്കുക. ഇന്ന് മൊത്തം 280 എംപിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അതായത് കേരളത്തിലെ എംപിമാർ സത്യപ്രതിജ്ഞ ഇന്നിപ്പോൾ ഉണ്ടാകും. വൈകിട്ട് 4 മണിക്കും 5 മണിക്കും ഇടയിലാണ് കേരളത്തിലെ എംപിമാരുടെ സത്യപ്രതിജ്ഞയുടെ സമയം നിശ്ചയിച്ചിരിക്കുന്നത്. 4 മണിക്ക് ആദ്യം കേരളത്തിൽ നിന്ന് രാജ്മോഹൻ ഉണ്ണിത്താനാണ് സത്യപ്രതിജ്ഞ ചെയ്യുക. അതിനുശേഷം K. സുധാകരൻ സത്യപ്രതിജ്ഞ ചെയ്യും. അങ്ങനെയാണ് ഒരു നിര വരുന്നത്. ഏറ്റവും അവസാനം കേരളത്തിൽ നിന്ന് ശശി തരൂരാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അതിനുശേഷം മറ്റ് സംസ്ഥാനങ്ങൾ സത്യപ്രതിജ്ഞയിലേക്ക് പോകും. എന്നാണെങ്കിലും ഇന്നിപ്പോൾ 280 എംപിമാർ സത്യപ്രതിജ്ഞ നടക്കുക. ബാക്കി 263 പേർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. അതോടൊപ്പം തന്നെ സ്പീക്കർ ആരായിരിക്കും എന്താണ് ഈ ലോക്സഭയിലെ ഇപ്പോഴത്തെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സസ്പെൻസായി ഇപ്പോഴും നിൽക്കുന്നത്. ഓം ബിർള തന്നെ സ്പീക്കർ സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യതയാണ് ഉള്ളത്. പ്രത്യേകിച്ച് BJPയെ സംബന്ധിച്ച് സ്പീക്കർ സ്ഥാനം അവർ തൽക്കാലം ഒരു ഘടകകക്ഷിക്കും വിട്ടുനൽകാൻ സാധ്യതയില്ല എന്നാണ് അവരുടെ നേതാക്കളുമായി സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ BJP വൃത്തങ്ങളുമായി സംസാരിക്കുമ്പോൾ ഇപ്പോൾ വിവരം ഉള്ളത്. ആദ്യഘട്ടത്തിൽ സ്പീക്കർ സ്ഥാനത്തിന് വേണ്ടി TDP രംഗത്ത് ഉണ്ടായിരുന്നു. പക്ഷേ TDPക്ക് സ്പീക്കർ സ്ഥാനം ലഭിക്കില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായ ഘട്ടത്തിൽ അവരൊപ്പം മയപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് വിവരം ഉള്ളത്. അതേസമയം ഡെപ്യൂട്ടി സ്പീക്കർ പദവി ഒരുപക്ഷെ TDPക്ക് നൽകാനുള്ള സാധ്യതയാണുള്ളത്. ആന്ധ്രയിൽ നിന്ന് തന്നെയുള്ള നേതാവിനെ അതിലേക്ക് പരിഗണിക്കുന്നുണ്ട് എന്നടക്കമുള്ള ചില സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷെ അത്തരത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർ പദവി നൽകുകയാണെങ്കിൽ, പ്രത്യേകിച്ച് സ്പീക്കർ പദവിയിലേക്ക് TDP മത്സരിക്കുകയാണെങ്കിൽ പിന്തുണയ്ക്കാം എന്നൊരു തീരുമാനം ഇന്ത്യ സഖ്യത്തിന്റെ ചില പാർട്ടികൾക്കിടയിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ശിവസേന മാറ്റിവെക്കാം, ആ വെള്ളം അങ്ങ് മാറ്റിവെച്ചാൽ മതി എന്ന് സാധാരണ പറയുന്നത് പോലെ. താങ്ക് യു നോബൽ. ഇന്നിപ്പോൾ പാർലമെന്റിൽ സത്യപ്രതിജ്ഞാ ചടങ്ങുകളാണ് പ്രധാനമായിട്ടും ഹൈലൈറ്റ്. TDP നേരത്തെ സ്പീക്കർ പദവി വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ആ ആവശ്യത്തിൽ നിന്ന് TDP പിന്നാക്കം പോയിരിക്കുന്നു. ഇന്ത്യ മുന്നണി പിന്തുണയ്ക്കാം എന്നാണ് TDP അറിയിച്ചിരുന്നത്. പക്ഷേ തൽക്കാലം ആവശ്യമില്ല, സഹായം വേണ്ടി വന്നാൽ ചോദിക്കാം എന്നതാണ് TDPയുടെ നിലപാട്. അപ്പോൾ TDP സ്പീക്കർ സ്ഥാനം ആഗ്രഹിക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായും അത് ഓം ബിർളയ്ക്ക് തന്നെ ലഭിക്കും. ഓം ബിർള തന്നെയായിരിക്കും ഒരുപക്ഷേ ഈ 18ാം ലോക്സഭയുടെ സ്പീക്കറായി ചുമതലയേൽക്കാൻ സാധ്യതയുള്ളത്. ഇന്ന് പ്രോട്ടം സ്പീക്കറായി കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഭർതൃഹരി മഹ്താബാണ്. ഭർതൃഹരി മഹ്താബ് BJDയിൽ നിന്നുള്ള അംഗമായിരുന്നു കഴിഞ്ഞ ലോക്സഭയിൽ. ഇത്തവണ നവീൻ പട്നായിക് ദുർബലനായതോടുകൂടി ഭർതൃഹരി മഹ്താബ് BJPയിലേക്ക് കളം മാറി അവിടെ നിന്ന് വിജയിച്ചു. കട്ടക്കിൽ നിന്നാണ് ഭർതൃഹരി മഹ്താബ് എത്തുന്നത്. കൊടിക്കുന്നിൽ സുരേഷ് ഇരിക്കേണ്ട പോസ്റ്റാണ്. 7 തവണയാണ് തുടർച്ചയായി ഭർതൃഹരി മഹ്താബ് പാർലമെന്റിൽ എത്തിയത്. അതുകൊണ്ട് ആ സീനിയോറിറ്റി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രോട്ടം സ്പീക്കർ ആക്കിയിരിക്കുന്നത്. പക്ഷേ കൊടിക്കുന്നിൽ സുരേഷിന് 8 തവണയായി പാർലമെന്റിൽ എത്തിയതിന്റെ, ലോക്സഭയിൽ എത്തിയതിന്റെ സീനിയോറിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ സീനിയോറിറ്റി മറികടന്നിരിക്കുന്നു. നമ്മളത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്ത വിഷയവുമാണ്. അപ്പോൾ ഭർതൃഹരി മഹ്താബ് പ്രോട്ടം സ്പീക്കർ ഇന്ന് പുതിയ എംപിമാർക്കുള്ള സത്യപ്രതിജ്ഞാ വാചകങ്ങൾ ചൊല്ലിക്കൊടുക്കും. 280ഓളം അംഗങ്ങളാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുക. കേരളത്തിലെ മുഴുവൻ എംപിമാരും ഇന്ന് വൈകുന്നേരത്തോടുകൂടി സത്യപ്രതിജ്ഞ ചെയ്ത് പാർലമെന്റിലെ ലോക്സഭാംഗങ്ങളായി തീരുകയും ചെയ്യും.